പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക: മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 2-ാമത്തെ സഭയുടെ ദൂത് നാം ഇവിടെ വായിച്ചു കേട്ടു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നാം വരാൻ പോവുകയാണ്. 7 സഭകൾക്ക് ദൂത് എഴുതുന്നതിൽ പരിശുദ്ധാത്മാവ് വളരെ ശ്ലാഘനീയ ഭാഷയിൽ, വളരെ അനുമോദിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് ദൂതെഴുതുന്ന 2 സഭകളിൽ ഒന്നാണ് സ്മുർന്നയിലെ സഭ. ഇവിടെ എഫെസോസിനെ പോലെ മനോഹരമായ തുറമുഖ പട്ടണമുള്ള സഭയായിരുന്നു സ്മുർന്നയിലെ സഭ. ചരിത്രത്തിൽ അതിനുണ്ടായിരുന്ന ചില പ്രത്യേകതകളിലൊന്ന്, ഈ സ്ഥലത്താണ് മഹാനായ ഹോമർ ജനിച്ചു വളർത്തപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനും ഇതര രീതിയിലുള്ള അറിവിനും വളരെ പ്രാധാന്യം ലഭിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു സ്മുർണ. മാത്രമല്ല, വലിയ വ്യാപാര കേന്ദ്രമായിരുന്നതുകൊണ്ട് സ്മുർണ ധനികമായ ഒരു പട്ടണമായിരുന്നു. സ്മുർണ എന്ന പട്ടണം വളരെ ധനികമായിരുന്നു എങ്കിലും ആ പദത്തിൻ്റെ അർത്ഥം ബിറ്റർനെസ് അല്ലെങ്കിൽ കയ്പെന്നാണ്. സ്മുർണയിലെ സഭ കയ്പിൻ്റെ സഭയാണ്. കുറേ കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, സഭാകാലഘട്ടത്തിൽ ഏറ്റവും വലിയ കയ്പിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ സഭാകാലഘട്ടമായിരുന്നു സ്മുർണ പ്രതിനിധീകരിക്കുന്നത്. പോളികാർപ്പ് എന്ന വലിയ വിശ്വാസ വീരൻ ഇവിടെയായിരുന്നു സഭ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. 165 വധിക്കപ്പെട്ട പോളികാർപ്പ്. സ്മുർണ എന്ന വേറിൻ്റെ അർത്ഥം കയ്പ്, കണ്ണുനീര്, ഭാരം, പ്രയാസം എന്നൊക്കെയാണ്. 170 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലായിരുന്ന സഭയുടെ നിഴലായിരുന്നു സ്മുർണയിലെ സഭ. ഈ സ്മുർണയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. 1, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. കർത്താവ് തന്നെ സ്മുർണയിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ താൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിക്കുന്നു, ആദ്യനും അന്ത്യനും എന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു എന്നുള്ളത് കൊണ്ട് അവസാനിച്ചുവെന്ന് ലോകം ചിന്തിക്കുമ്പോൾ കർത്താവ് തൻ്റെ അനുഭവത്തിൽ കൂടെ സഭയോട് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മരണം എന്നുള്ളത് സഭയ്ക്ക് സഭയ്ക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിരിക്കാം. പക്ഷെങ്കിൽ മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. മരണം കഴിഞ്ഞും ഒരു ജീവനുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു, ആദ്യനും അന്ത്യനുമായവൻ. എന്താണ് പറയുന്നത്? പറയുന്ന കാര്യങ്ങൾ: 1, ഞാൻ നിൻ്റെ കഷ്ടതയും നിൻ്റെ ദാരിദ്ര്യവും. നിന്നെപ്പറ്റി 2 കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. നീ വലിയ കഷ്ടതയിലാണ്, അതെനിക്കറിയാം. 2ാമത്തെ കാര്യം, നീ വലിയ ദാരിദ്ര്യത്തിലാണ്. ആ ദാരിദ്ര്യം എന്ന അർത്ഥം കിട്ടുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ, മൂലഭാഷയിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് പെനിയ എന്നും മറ്റൊന്ന് ടൊക്കെയ്യ എന്നുമാണ്. ഈ 2 പദങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥമാണുള്ളത്. പെനിയ എന്ന വാക്കിൻ്റെ അർത്ഥം
ദൗർലഭ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ, ബാഹ്യമായി നോക്കുമ്പോൾ അനിവാര്യമായ പലതും അവിടെ കണ്ടു എന്ന് വരികയില്ല. ബാഹ്യമായ ഇല്ലാഴിക, കുറവ് അല്ലെങ്കിൽ ദാരിദ്ര്യം, ഇതിനാണ് പെനിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ടെഖെയ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കഠിനമായ, വളരെ മോശമായ ദാരിദ്ര്യം. അവിടെ ഒന്നുമില്ല. ഇംഗ്ലീഷിൽ ആബ്ജെക്റ്റ് പോവർട്ടി, ഒന്നുമെടുക്കാനില്ലാത്ത തികഞ്ഞ ദാരിദ്ര്യം. ഈ രണ്ടാമത്തെ വാക്കാണ് സ്മുർണയിലെ സഭയെ കുറിക്കുന്നതിന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്മുർണയിലെ സഭ തികച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭ. ഇവിടെ നോക്കിയേ, സമ്പന്നമായ ലോകത്ത് സഭ ദരിദ്രമാണ്. സഭയ്ക്ക് ഒന്നുമില്ല, ഒന്നുമേയില്ല. സഭ തികച്ചും ദാരിദ്ര്യമാണ്. കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ തനികമെന്ന് ലോകം പറയുന്നത് ഒന്നും സ്മുർണയിലെ സഭയ്ക്കില്ല. ഈ കാലഘട്ടത്തിൽ, അതായത് 170 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ സഭയ്ക്ക് കെട്ടിടങ്ങളില്ലായിരുന്നു, സ്ഥാവര ജംഗമ വസ്തുക്കളില്ലായിരുന്നു, അവർക്ക് ധനമില്ലായിരുന്നു. ലോകത്തിലെ മറ്റുള്ളവർ അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കുന്നതൊന്നും അക്കാലത്ത് ലോകത്തിൽ സഭയ്ക്ക് ഇല്ലായിരുന്നു. സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് സ്ഥാപനങ്ങളാണെന്നും സഭയുടെ സമ്പത്ത് എന്ന് പറയുന്ന വസ്തുവകകളാണെന്നും ചിന്തിക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്, എഫെസ്യ ലേഖനത്തിൽ പൗലോസ് സഭയ്ക്ക് എഴുതുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, നിറച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായി ഇവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതാണ് സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ലോകം നിങ്ങളെ ദരിദ്രനായിരിക്കും വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചോട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ദരിദ്രരല്ല, നിങ്ങൾ സമ്പന്നരാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയും അതുകൊണ്ട് ദൈവം പറയുന്നത്, നീ ധനവാനാകുന്നു താനും. ലോകത്തിന് നിന്റെ യഥാർത്ഥ ധനം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ നിന്നെ ദരിദ്രൻ എന്ന് വിളിക്കുന്നത്. നീ ദരിദ്രനല്ല എന്ന് പറഞ്ഞിട്ട്, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഇവിടെ സഭ ദൂഷണത്തെ നേരിടുകയാണ്. ആരിൽ നിന്നാണെന്നറിയാമോ? യഹൂദന്മാരാണെന്ന് പറയുന്ന ചില ആളുകൾ. എന്നാൽ അവർ യഹൂദന്മാരല്ല, അവർ സാത്താൻ്റെ പള്ളിക്കാരാണ് എന്ന് പറയാൻ കാരണം, സ്മുർണ പട്ടണത്തിൽ മനോഹരമായ ഒരു യഹൂദ സിനഗോഗ് ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ വരുന്ന യഹൂദന്മാരായ ആളുകൾ അവർ സ്വാഭാവിക യഹൂദന്മാരാണ്. എന്ന് പറഞ്ഞാൽ അവർ അബ്രഹാമിൻ്റെ സന്തതി തന്നെയാണ്. അതായത് അവരുടെ വംശീയ പാരമ്പര്യത്തിൻ്റെ ഉറവിടവും അടിസ്ഥാനവും അബ്രഹാമാണ്. അതുകൊണ്ടാണ് അവർ യഹൂദന്മാരെന്ന് പറഞ്ഞ്. എന്നാൽ അവർ യഹൂദന്മാരല്ല എന്ന് പറയാൻ കാരണം, സഭയെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ യഹൂദന്മാരല്ല, അവർ ദൈവത്തിന് ഹിതമായി ജീവിക്കുന്നവരല്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവര് ശരീരത്തിൻ്റെ അഗ്രചർമ്മത്തിൻ്റെ പരിച്ഛേദന മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അവർക്ക് ഹൃദയത്തിൻ്റെ പരിച്ഛേദന ലഭിച്ചിട്ടില്ല. ഹൃദയത്തിൻ്റെ പരിച്ഛേദന ലഭിക്കാഞ്ഞതുകൊണ്ട് ആണ് പറയുന്നത് അവർ യഹൂദന്മാരല്ലെന്ന്. അവർ വിചാരിക്കുന്നവർ യഹൂദന്മാരാണെന്നാണ്. പക്ഷെ സഭയെ പീഡിപ്പിക്കുന്നത് കൊണ്ട് അവർ യഹൂദന്മാരല്ല. അവരുടെ ഉപദ്രവം നോക്കുകയും യഹൂദന്മാരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അവരെ പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരെന്നാണ്. എന്തിനാ? ഡെവിൾ എന്ന വാക്കിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന മൂലപദം ഡയബോലോസ് എന്നാണ്. ഡയ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എതിര്, എഗൻസ്റ്റ്, എതിരായി എന്നാണ്. ബൗലോ എന്ന് പറഞ്ഞാൽ ത്രോ അല്ലെങ്കിൽ എറി എന്നാണ്. നിനക്കെതിരായിട്ട് ദൂഷണങ്ങളും അപവാദങ്ങളും എറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള പണിയാണ് സാത്താന്. അതുകൊണ്ടാണ് സാത്താനെ സാത്താൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സാത്താൻ്റെ പള്ളിക്കാർ ദൈവസഭയ്ക്കെതിരായി ഉപദ്രവങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഇനി എന്താ പറയുന്നത് നോക്കി, എന്താ സഹിപ്പാനുള്ളത്? നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലവരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. 65 AD മുതൽ 310 വരെയുള്ള കാലഘട്ടമാണ്.
സഭാചരിത്രത്തിൽ ദൈവസഭ ഏറ്റവും വലിയ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയത്. 10 വലിയ പീഡകളിൽ കൂടെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ കടന്നു പോവുകയുണ്ടായി. അതിൽ 7 വലിയ പീഡകളും നേരിടേണ്ടി വന്നത് ഈ പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വലിയ പീഡനങ്ങളെ കാണിക്കുന്നതാണ്. ഇനിയും അവിടെ പറയുന്ന മനോഹരമായ വേറൊരു കാര്യം എന്താണെന്ന് നോക്കിയേ. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഈ ഭൂമിയിൽ നിനക്കൊരു പക്ഷെങ്കിൽ കഷ്ടകരമായൊരു മരണമേ ലഭിക്കത്തുള്ളായിരിക്കും. സാരമില്ല, വേദനാജനകമായ മരണം ലഭിക്കുന്നത് വരെ നീ ദൈവത്തോട് വിശ്വസ്തനായിരുന്നോണം. നിനക്ക് ജീവൻ ഇവിടെ മാത്രമേ നഷ്ടപ്പെടത്തുള്ളൂ. കർത്താവിന് വേണ്ടി നിനക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ അവിടെ നിത്യതയിൽ പറയുകയാണ്, ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവിടെ ജീവന്റെ കിരീടം ലഭിക്കും. അതാണ് വാഗ്ദത്തം. നോക്കിയേ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, സ്മുർന ധനികന്മാരുടെ സ്ഥലമാണ്. പക്ഷേ സഭയ്ക്ക് കണ്ണുനീരിനെ വകയുള്ളൂ. ലോകം ധനികന്മാരുടെയും ഉന്നതന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ഇടമാണ് എന്ന് കണ്ടൊരു പക്ഷെങ്കിൽ ലോകത്തിൻ്റെ ധനവും ലോകത്തിൻ്റെ ഉന്നതത്വവും ലോകത്തിൻ്റെ ശ്രേഷ്ഠതയും സഭയ്ക്ക് ലഭിച്ചുവെന്ന് വരികയില്ല. അതിൻ്റെ നടുവിലും സഭയ്ക്ക് ഒരു പക്ഷെങ്കിൽ നേരിടേണ്ടി വരുന്നത് കഷ്ടതയും കണ്ണുനീരും മാത്രമാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നത് അതിൻ്റെ നടുവിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരും എന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഇവിടെ നഷ്ടപ്പെടുന്ന ജീവൻ അവിടെ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇവിടെ നഷ്ടപ്പെടുന്ന നന്മ അവിടെ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇവിടെ മരിക്കേണ്ടി വന്നാൽ മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുപോകും. ഇത് സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഇവിടെ പറയുന്നു, നോക്കിയേ, എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ. എന്തിനാ ജയിക്കുന്നവൻ? സാത്താനെ ജയിക്കുന്നവൻ. എന്തിനാ ജയിക്കുന്നവൻ? ദൂഷണത്തെ ജയിക്കുന്നവൻ. എന്തിനെ ജയിക്കുന്നവൻ? ഉപദ്രവത്തെ ജയിക്കുന്നവൻ. അവനെ പറ്റി പറയുന്നത് വളരെ പ്രശംസാകരമായ ഒരു കാര്യമാണ്. എന്താണ് അവനെപ്പറ്റി പറയുന്ന വളരെ പ്രശംസാകരമായ കാര്യമെന്നറിയാമോ? ഇവിടെ നിനക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും അവിടെ നിനക്ക് നഷ്ടമില്ലാത്ത ലോകത്ത് എത്തുവാൻ കഴിയും. ആ നഷ്ടമില്ലാത്ത ലോകത്തെത്തുവാൻ കഴിയണമെങ്കിൽ പറയുന്നത് ആത്മാവ് സഭകളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ഗ്രഹിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നോ അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. 7 സഭകളോടുള്ള ദൂതിലും പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്നതെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിൻ്റെ അർത്ഥം ചെവിയില്ലാത്ത കുറേ ആളുകൾ വന്നിരിക്കുന്നു എന്നല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് മനസ്സിലാക്കി ഏറ്റെടുക്കുവാൻ നിനക്ക് താല്പര്യമാണെങ്കിൽ മനസ്സിലാക്കി ഏറ്റെടുക്കാം, അത് അനുഗ്രഹമായി തീരും എന്നാണ് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്നതെന്ന്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന്. എന്ത് ജയിക്കുന്നവന്? ലോകത്തെ, സാത്താനെ, കഷ്ടതയെ, ദൂഷണങ്ങളെ, യഹൂദന്മാർ പറയുന്ന അപവാദത്തെ, മനുഷ്യനാളുടെ ഉപദ്രവത്തെ, അതിനെ മുഴുവൻ ജയിക്കുന്നതിന് മരണം വരെ പോരാടി ജയിക്കുന്നവനോട് പറയുന്നതാണ് ഇനിയും നിനക്കൊരു മരണമില്ല, നിനക്ക് ജീവൻ മാത്രമേ ഉള്ളൂ.